ക്രൂശിലെ ഏഴ് മൊഴികൾ. കാണുക ക്രൂശിൻ പാതയിൽ 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 ക്രൂരമാ മരക്കുരിശേന്തി പോകുമാ ദേവകുമാരൻ. കാണുക ക്രൂശിൻ പാതയിൽ 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 പാതയിൽ. ക്രൂശിലെ ഏഴ് മൊഴികൾ. ഒന്നാമത്തെ ക്രൂശിലെ മൊഴി, ഏലി ഏലി ലമ്മ സബക്താനി. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? മർക്കോസിന്റെ സുവിശേഷം 15-34 വാക്യം. നഷ്ടപ്പെട്ട ഒരു ലോകത്തിന് വേണ്ടിയുള്ള ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളുടെ അത്യുച്ചകോടിയാണ് ഈ വാക്കുകൾ. അരമായ ഭാഷയിലുള്ള ഏലി ഏലി ലമ്മ ശബക്താനി, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്ന യേശുവിന്റെ നിലവിളി ഒരു പാപിയുടെ പ്രതിനിധി എന്ന നിലയിൽ ദൈവത്തിൽ നിന്നുള്ള വേർപാട് അനുഭവിക്കുന്നതിനെ കാണിക്കുന്നതാണ്. ഇവിടെ ദുഃഖവും സങ്കടവും വേദനയും വ്യഥയും അതിഭയങ്കരമായി. യെശയ്യായുടെ പുസ്തകം 53-5 ഇങ്ങനെ പറയുന്നു: അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നാം ദൈവമുമ്പാകെ പാപം ചെയ്ത് കുറ്റക്കാരായത് കൊണ്ടാണ് ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത്. സങ്കീർത്തനങ്ങൾ 22:16, സക്കരിയാവ് 12:10, യോഹന്നാൻ 19:34. നമുക്ക് പകരമായി നമ്മുടെ മേലുള്ള ശിക്ഷ, പാപത്തിന്റെ ശിക്ഷയായ മരണം യേശു അനുഭവിച്ചു. റോമർ 6:23. ആകയാൽ നമുക്ക് പാപം ക്ഷമിക്കപ്പെട്ടവരായി ദൈവത്തോട് സമാധാനം ഉള്ളവരായിരിക്കാൻ കഴിയും. റോമർ 5:1. 2 കൊരിന്ത്യർ 5:21 നാം ഇങ്ങനെ വായിക്കുന്നു: പാപം അറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപം ആക്കി. നാം ഒരിക്കലും കൈവിടപ്പെടാതിരിക്കേണ്ടതിന് യേശു കൈവിടപ്പെട്ടവനായി മരിച്ചു. അങ്ങനെ ക്രിസ്തുവിന്റെ കഷ്ടങ്ങളാൽ നാം വീണ്ടെടുക്കപ്പെട്ടു. ഈ ചിന്തകളാൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഹാനോക്ക് അവിടുത്തോടു കൂടെ നടന്നതുപോലെ എനിക്കും എൻ്റെ കുടുംബത്തിനും അവിടുത്തോട് ചേർന്ന് നടക്കുവാൻ എൻ്റെ കൈപിടിച്ച് എന്നെ നടത്തണം. ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന സമയത്ത് ലോക അന്ത്യത്തോളം അങ്ങന്റെ കൂടെ ഉണ്ട് എന്നുള്ള ബോധ്യത്തിൽ നിറയപ്പെടുവാൻ എന്നെ സഹായിക്കണമേ. ആരും എന്നെ സ്നേഹിക്കുന്നില്ല, ഞാൻ ഒറ്റയാണ്, ജീവിതം മടുത്തു എന്നുള്ള ചിന്തകളിൽ നിന്ന് എനിക്ക് വിടുതൽ തന്നതിനായി ദൈവമേ നന്ദി, നന്ദി, കോടാനുകോടി നന്ദി. നിന്ദാഹമൊക്കെയും തീർക്കാൻ നിനക്കാൻ രക്ഷയിൻ ജലവും ഞാനേകി. നിന്ദാഹമൊക്കെയും തീർക്കാൻ നിനക്കാൻ രക്ഷയിൻ ജലവും ഞാനേകി. അതിൻ ഫലമായി നീ നൽകി എനിക്കാ ഓരമ കൈ
കൈപ്പുനീർ മാത്രം. അതിൻ ഫലമായി നീ നൽകി എനിക്കായി ഘോരമ കൈപ്പുനീർ മാത്രം. എൻ പ്രിയജനമേ, എൻ പ്രിയജനമേ, എന്തു ഞാൻ തിന്മകളേകി. എൻ പ്രിയജനമേ, എൻ പ്രിയജനമേ, എന്തു ഞാൻ തിന്മകളേകി. ഈ പാനപാത്രം ഞാൻ കുടിപ്പാനായി എൻ പ്രിയതാത നിൻഹിതമോ കാണുക. ക്രൂശിൻ പാതയിൽ 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 പാതയിൽ. രണ്ടാമത്തെ ക്രൂശിലെ മൊഴി. പിതാവേ, ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവരറിയായിക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ലൂക്കായുടെ സുവിശേഷം 23:34. ശത്രുക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന തിന്മയ്ക്ക് പകരം നന്മ ചെയ്യുവാനുള്ള ശക്തി നൽകുന്ന യേശുവിന്റെ മൊഴി. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 44-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ എന്ന് പഠിപ്പിച്ച ക്രിസ്തു കുരിശിൽ കിടന്നുകൊണ്ട് തന്റെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോസഫിന്റെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. സ്വന്തം സഹോദരന്മാർക്ക് വേണ്ടി തന്നെ വേദനിപ്പിച്ച തന്റെ സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അവരോട് ക്ഷമിച്ച് അവരെ രണ്ട് കൈയോട് സ്വീകരിക്കുന്ന ജോസഫിന്റെ ചിത്രം ഉൽപ്പത്തിയുടെ പുസ്തകം 45-ാം അധ്യായം 2 മുതൽ 5 വരെയുള്ള വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: തന്റെ ശത്രുക്കളായ സഹോദരന്മാരോട് പറയുന്ന കാര്യം ഒരുപാട് ഹൃദയത്തെ സ്പർശിക്കുന്നതാണ്. യോസഫ് ഉച്ചത്തിൽ കരഞ്ഞു. മിസ്രൈമ്യരും ഫറവോന്റെ ഗൃഹവും അത് കേട്ടു. യോസഫ് സഹോദരന്മാരോട്, ഞാൻ യോസഫാകുന്നു, എന്റെ അപ്പൻ ജീവനോടെ ഇരിക്കുന്നുവോ എന്ന് പറഞ്ഞു. അവന്റെ സഹോദരന്മാർ അവന്റെ സന്നിധിയിൽ ഭ്രമിച്ചു പോയതുകൊണ്ട് അവനോട് ഉത്തരം പറയുവാൻ അവർക്ക് കഴിഞ്ഞില്ല. യോസഫ് സഹോദരന്മാരോട്, ഇങ്ങോട്ടടുത്ത് വരുവിൻ എന്ന് പറഞ്ഞു. അവർ അടുത്ത് വന്നപ്പോൾ അവൻ പറഞ്ഞത്, നിങ്ങൾ മിസ്രൈമിലേക്ക് വിറ്റ് കളഞ്ഞ നിങ്ങളുടെ സഹോദരൻ യോസഫാകുന്നു ഞാൻ. എന്നെ ഇവിടെ വിറ്റതുകൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട. ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചതാകും. സ്വന്തം സഹോദരങ്ങളോട് ക്ഷമിക്കുന്ന ജോസഫ്. സഹോദര സഹോദരി, ഈ ജോസഫിന്റെ അനുഭവത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ ഇതാണ് സമയം. ജോസഫ് തന്റെ സഹോദരങ്ങളോട് ക്ഷമിച്ചതുപോലെ ഈ സമയത്തെ കർത്താവ് നിനക്ക് ശക്തി തരികയാണ്. നിന്റെ ഹൃദയം തുറന്ന് നിന്റെ സഹോദരങ്ങളോട് ക്ഷമിക്കുക. എന്നാൽ ജോസഫിനെ ഉയർത്തിയതുപോലെ ദൈവം നിന്നെയും ഉയർത്തും നിശ്ചയം. വീണ്ടും പുതിയ നിയമത്തിൽ നാം ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആദ്യത്തെ രക്തസാക്ഷിയായ സ്തെഫാനോസിനെ കാണുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം 59-60 വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു: കർത്താവായ യേശുവേ, എന്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് സ്തെഫാനോസ് വിളിച്ചപേക്ഷിക്കുകയും അവർ അവനെ കല്ലെറിഞ്ഞു. അവനോ മുട്ടുകുത്തി, കർത്താവേ, ഇവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. ഇത് പറഞ്ഞിട്ട് അവൻ മരിച്ചു. ദൈവം സ്നേഹമാണ്. ദൈവം നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞ ജീവിതത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ സ്നേഹത്തിന് വിപരീതമായ പിണക്കമോ വെറുപ്പോ വിദ്വേഷമോ ഉണ്ടാകാൻ പാടില്ല. നമ്മെ വേദനിപ്പിച്ചവരോട് ഹൃദയപൂർവ്വം ക്ഷമിച്ച് അവരെ സ്നേഹിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മത്തായിയുടെ സുവിശേഷം
5-ാമധ്യായം 44 വാക്യത്തിൽ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിനെന്ന് കർത്താവ് നമ്മളെ വീണ്ടും ഉണർത്തിക്കുന്നു. നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടണമെങ്കിൽ നാം മറ്റുള്ളവരോട് ആത്മാർത്ഥമായി ക്ഷമിക്കണം. മത്തായിയുടെ സുവിശേഷം 6-ാം 4 വാക്യത്തിൽ ദൈവാത്മാവ് ഇങ്ങനെ പറയുന്നു, മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. ആരെങ്കിലും നമ്മളെ ഏതെങ്കിലും വിധത്തിൽ വേദനിപ്പിച്ചാൽ എത്രയും വേഗം അവരോട് ക്ഷമ ചോദിക്കണം. ക്ഷമിക്കുവാനും ക്ഷമ ചോദിക്കുവാൻ നമ്മൾ വിസമ്മതിക്കുന്നുവെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ പിശാചിനാണ് സ്ഥാനം കൊടുക്കുന്നത്. അത് നമ്മെ അസ്വസ്ഥരും സന്തോഷരഹിതരും സ്നേഹിക്കാൻ സാധിക്കാത്തവരുമാക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 11-ാം 25 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്കാരോടെങ്കിലും ഏതെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ, അത് സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ക്ഷമിക്കുന്നതിന് വേണ്ടിയത്രേ. ഈ ചിന്തകളാൽ നമുക്ക് പ്രാർത്ഥിക്കാം. രക്ഷകനായ യേശുവേ, അങ്ങയുടെ ക്ഷമിക്കുന്ന സ്നേഹം എന്നിൽ നിറച്ച് ക്ഷമയെന്ന പുണ്യം എനിക്ക് നൽകണമേ. എന്നെ വേദനിപ്പിച്ചവരോട് ഹൃദയപൂർവ്വം ക്ഷമിച്ചുകൊണ്ട് അവരെ സ്നേഹിക്കുവാനും ഞാൻ വേദനിപ്പിച്ചവരോട് ക്ഷമ ചോദിക്കുവാനുള്ള ശക്തിയും കൃപയും എനിക്ക് നൽകണമേ. ആമേൻ. ക്രൂശിൻ നിഴലിൽ നീറും മുറിവിൽ മനം പാടി നിൻ സ്തോത്രം, വീഴും വഴിയിൽ താഴും ചൊഴിയിൽ മിഴി തേടി നിൻ രൂപം, ഇടം ബലവും ഇരുൾ പെരുകി ഇല്ലവേ ഇല്ല വേറൊരാളെന്നെ ഒന്നു താങ്ങുവാൻ നാഥ. ക്രൂശിൻ നിഴലിൽ നീറും മുറിവിൽ മനം പാടി നിൻ സ്തോത്രം. മൂന്നാമത്തെ ക്രൂശിലെ മൊഴി, ഇന്നു നീ എന്നോടുകൂടി പറുദീസായിലിരിക്കും. ലൂക്കായുടെ സുവിശേഷം 23-ാം 43 വാക്യം. പുറന്തള്ളപ്പെട്ടവർക്ക് സ്വീകരണം. മത്തായിയുടെ സുവിശേഷം 8-ാം 2-3 വാക്യങ്ങൾ. അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ നമസ്കരിച്ച്, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് പറഞ്ഞു. യേശുവോ കൈനീട്ടി അവനെ തൊട്ട്, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകുക എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം മാറി അവൻ ശുദ്ധനായി. ദൈവം ഒരു കുഷ്ഠരോഗിയെ തന്റെ സ്വന്തം കൈകൊണ്ട് സ്പർശിക്കുന്ന ഒരു രംഗമാണ് നാം ഇവിടെ കണ്ടത്. രണ്ടാമതായി നാം കാണുന്നത് മത്തായിയുടെ സുവിശേഷം 21-ാം 31 വാക്യത്തിൽ ചുങ്കക്കാരും വേശ്യകളും അവന്റെ അടുത്ത് വരുന്നു. യേശുവോ അവരോട് പറഞ്ഞത്, ചുങ്കക്കാരും വേശ്യകളും നിങ്ങൾക്ക് മുമ്പായി ദൈവരാജ്യത്തിൽ കടക്കുന്നു എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ലോകം തിരസ്കരിച്ച, ലോകത്തിന്റെ മുമ്പിൽ മ്ലേച്ഛത പ്രവർത്തിച്ച വിഭാഗക്കാരാണ് ചുങ്കക്കാരും വേശ്യകളും. അവരെ ദൈവം സ്വീകരിച്ചു. വീണ്ടും നാം കാണുന്നത്
യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 10-11 വാക്യത്തിൽ പാവിനിയായ സ്ത്രീയെ നാം അവിടെ കാണുന്നു. യേശു നിവർന്ന് അവളോട്, സ്ത്രീയെ, അവർ എവിടെ? നിനക്കാരും ശിക്ഷ വിധിച്ചില്ലയോ എന്ന് ചോദിച്ചതിന്, ഇല്ല കർത്താവേ എന്നവൾ പറഞ്ഞു. ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോകുക, ഇനി പാപം ചെയ്യരുത് എന്ന് യേശു പറഞ്ഞു. 4-ാമതായി നാം കാണുന്നത് ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 1-2 വാക്യത്തിൽ പാപികൾ സ്വീകരിക്കപ്പെടുന്നതായിട്ട് നാം കാണുന്നു. ചുങ്കക്കാരും പാപികളും എല്ലാം അവന്റെ വചനം കേൾക്കുവാൻ അവന്റെ അടുക്കൽ വന്നു. ഇവൻ പാപികളെ കൈക്കൊണ്ട് അവരോട് കൂടി ഭക്ഷിക്കുന്നു എന്ന് പരീശന്മാരും ശാസ്ത്രിമാരും പറഞ്ഞ് പിറുപിറുത്തു. ആർക്കും വേണ്ടാത്തവരെ കർത്താവിന് വേണം, ആരും സ്വീകരിക്കാത്തവരെ കർത്താവ് സ്വീകരിക്കും. 5-ാമതായി നാം കാണുന്നത് പള്ളി ഭ്രഷ്ടനാക്കപ്പെട്ട കുരുടൻ. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 35 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. അവനെ പുറത്താക്കി എന്ന് യേശു കേട്ടു. അവനെ കണ്ടപ്പോൾ, നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിനവൻ, യജമാനനെ, അവൻ ആര് ആകുന്നു? ഞാൻ അവനിൽ വിശ്വസിക്കാം എന്നുത്തരം പറഞ്ഞു. യേശു അവനോട്, നീ അവനെ കണ്ടിട്ടുണ്ട്, നിന്നോട് സംസാരിക്കുന്നവൻ അവൻ തന്നെ എന്ന് പറഞ്ഞു. ഉടനെ അവൻ, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് യേശുവിനെ സ്വന്തം രക്ഷിതാവായി ഏറ്റു പറഞ്ഞാൽ സമൂഹം നിന്നെ ഉപേക്ഷിക്കും, എന്നാൽ ദൈവം നിന്നെ ഉപേക്ഷിക്കില്ല. കർത്താവായ ദൈവം നിന്നെ സ്വീകരിക്കും. പാപവും വ്യഭിചാരവും നിറഞ്ഞ ഈ തലമുറയിൽ എന്നെയും എന്റെ വചനത്തെയും കുറിച്ച് ലജ്ജിച്ചാൽ ഞാനും ലജ്ജിക്കും, ഏറ്റു പറഞ്ഞാലോ ഞാനും ഏറ്റുപറയും. ഈ ചിന്തകളാൽ നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, എന്റെ രക്ഷകനും നാഥനുമായി ഞാൻ അങ്ങയെ സ്വീകരിക്കുന്നു. എല്ലാ പാപവും പാപസാഹചര്യങ്ങളും ഞാൻ വെറുത്ത് ഉപേക്ഷിക്കുന്നു. അങ്ങയുടെ കാൽവരിയിലെ ക്രൂശിലെ മരണത്തിന്റെ യോഗ്യതയാൽ അങ്ങ് ഞങ്ങൾക്കായി ചിന്തിയ രക്തത്തിന്റെ ശക്തിയാൽ എല്ലാ തിന്മയിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിശുദ്ധീകരിക്കണമേ. ആമേൻ. സിയോൻ വഴിയിൽ സ്നേഹം തിരഞ്ഞ് ഒരു പാടു നീറി ഞാൻ, ഭാരം ചുമന്നും രോഗം സഹിച്ചു മിഴിനീരു തൂകി ഞാൻ, മുള്ളിൽ കുടുങ്ങി തേങ്ങിക്കരയും ഒരു പാവമാണേ ഞാൻ. എന്നെ തിരുക്കി തേടി വരുവാൻ പ്രിയനേശു നീ മാത്രം. ക്രൂശിൻ നിഴലിൽ നീറും മുറിവിൽ മനപ്പാടി നിൻ സ്തോത്രം. 4-ാമത്തെ ക്രൂശിലെ മൊഴി. പിതാവേ, ആത്മാവിനെ അങ്ങയുടെ കയ്യിൽ ഭരമേൽപ്പിക്കുന്നു. ലൂക്കയുടെ സുവിശേഷം 23-ാം അധ്യായം 46-ാം വാക്യം. സങ്കീർത്തനങ്ങൾ 31:5 നാം ഇങ്ങനെ വായിക്കുന്നു: നിന്റെ കയ്യിൽ ഞാൻ എൻ്റെ ആത്മാവിനെ ഭരമേൽപ്പിക്കുന്നു. വിശ്വസ്ത ദൈവമായ യഹോവേ, നീ എന്നെ വീണ്ടെടുത്തിരിക്കുന്നു. യേശുവിന്റെ മരണത്തിനു മുമ്പ് അവന്റെ അന്ത്യവചനങ്ങളാണിവ. വിശ്വസ്തരായ അനേകം വിശ്വാസികൾ തങ്ങളുടെ മരണ വിനാഴികകളിൽ ഈ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം 59-ാം വാക്യത്തിൽ ആദ്യത്തെ രക്തസാക്ഷിയായ സ്തെഫാനോസ് ഇപ്രകാരം പ്രാർത്ഥിച്ചു: കർത്താവായ യേശുവേ,
എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണം എന്ന് വിളിച്ചപേക്ഷിക്കയിൽ അവർ അവനെ കല്ലെറിഞ്ഞു. ദൈവത്തിലുള്ള ആശ്രയവും തൻ്റെ ജനത്തോടുള്ള ദൈവത്തിൻ്റെ നന്മയിലുള്ള വിശ്വാസവുമാണ് ഇത് കാണിക്കുന്നത്. 2 ശമൂവേൽ 24:14 ഇങ്ങനെ ദാവീദ് പറയുന്നു: ഞാൻ വലിയ വിഷമത്തിലായിരിക്കുന്നു. നാം യഹോവയുടെ കയ്യിൽ തന്നെ വീഴുക. അവന്റെ കരുണ വലിയതല്ലോ. മനുഷ്യന്റെ കയ്യിൽ ഞാൻ വീഴരുതേ എന്ന് പറഞ്ഞു. സങ്കീർത്തനങ്ങൾ 103:8 നാം ഇങ്ങനെ വായിക്കുന്നു: യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു, ദീർഘക്ഷമയും മഹാദയയും ഉള്ളവൻ തന്നെ. സങ്കീർത്തനങ്ങൾ 119, 156 ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു: യഹോവേ, നിന്റെ കരുണ വലുതാകുന്നു, നിന്റെ ന്യായപ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. റോമർ 8:28 എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു എന്ന് നാം അറിയുന്നു. ഈ ജീവിതത്തിൽ കഷ്ടമനുഭവിക്കേണ്ടിയിരിക്കുമ്പോൾ ഈ വചനം ദൈവമക്കൾക്ക് അതിയായ ധൈര്യം പകരുന്നു. ആപത്തിൻ്റെയും വൈഷമ്യങ്ങളുടെയും സമയങ്ങളിൽ നമ്മെ ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ ഭരമേൽപ്പിക്കുന്നത് തികച്ചും യുക്തം തന്നെ. ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ കണ്ട് പതച്ചു നിൽക്കുന്ന സമയത്ത് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാതെ, സഹോദര സഹോദരി, നിന്റെ ജീവിതം കർത്താവായ യേശു ക്രിസ്തുവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുക. അവിടുന്ന് എല്ലാം നന്മയ്ക്കായി മാറ്റിത്തരും. ഈ ചിന്തയാൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, അവിടുന്ന് നൽകിയ ഈ ജീവിതം ക്ഷണികമാണ്. പ്രഭാതത്തിൽ വിരിഞ്ഞ് പ്രദോഷത്തിൽ കൊഴിയുന്നതാണ് ജീവിതം. അവിടുത്തെ ഹിതത്തിൽ ആശ്രയിച്ച്, അവിടുത്തെ ഹൃദയത്തിൽ സമർപ്പിച്ച്, മനുഷ്യരിൽ ആശ്രയിക്കാതെ അങ്ങയിൽ ആശ്രയിച്ചു ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ. ആമേൻ. താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോ കണ്ണുനീർ വാർത്തവനൻ കാര്യം നടത്തിത്തരും. കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോ കണ്ണുനീർ വാർത്തവനൻ കാര്യം നടത്തിത്തരും. നിൻ മനമിളകാതെ, നിൻ മനം പതറാതെ, നിന്നോട് കൂടെയെന്നും ഞാനുണ്ട് അന്ത്യം വരെ. നിൻ മനമിളകാതെ, നിൻ മനം പതറാതെ, നിന്നോട് കൂടെയെന്നും ഞാനുണ്ട് അന്ത്യം വരെ. 5-ാമത്തെ ക്രൂസിലെ മൊഴി. സ്ത്രീ, ഇതാ നിന്റെ മകൻ. ശിഷ്യനോട്, ഇതാ നിന്റെ അമ്മ. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 27-ാം വാക്യം. മാതൃബന്ധത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കർത്താവ് തരുന്ന വലിയ സന്ദേശമുണ്ട്. 10 കൽപ്പനയിലെ 5-ാമത്തെ കൽപ്പന പുറപ്പാടിന്റെ പുസ്തകം 20-ാം അധ്യായം 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. ലേവ്യരുടെ പുസ്തകം 19-ാം അധ്യായം 3-ാം വാക്യം, നിങ്ങൾ ഓരോരുത്തൻ താൻ്റെ അമ്മയെയും അപ്പനെയും ഭയപ്പെടണം. ആവർത്തന പുസ്തകം 27:16,
അപ്പനെയോ അമ്മയെയോ നിന്ദിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. സദൃശവാക്യങ്ങൾ 1:8. മകനെ, അപ്പന്റെ പ്രബോധനം കേൾക്കുക, അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കരുത്. സദൃശവാക്യങ്ങൾ 20:20. ആരെങ്കിലും അപ്പനെയോ അമ്മയെയോ ദുഷിച്ചാൽ അവന്റെ വിളക്ക് കൂരിരുളിൽ കെട്ടുപോകും. സദൃശവാക്യങ്ങൾ 30:17. അപ്പനെ പരിഹസിക്കുകയും അമ്മയെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന കണ്ണിനെ തോട്ടരികത്തെ കാക്ക കൊത്തിപ്പറിക്കുകയും കഴുകൻ കുഞ്ഞുങ്ങൾ തിന്നുകയും ചെയ്യും. വീണ്ടും സദൃശവാക്യം 23:22. നിന്നെ ജനിപ്പിച്ച അപ്പന്റെ വാക്ക് കേൾക്ക്. നിന്റെ അമ്മ വൃദ്ധയായിരിക്കുമ്പോൾ അവളെ നിന്ദിക്കരുത്. പ്രിയ സഹോദരങ്ങളെ, 2 തിമോത്തി 3:2 നാം ഇങ്ങനെ വായിക്കുന്നു: മനുഷ്യർ സ്വസ്നേഹികളും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും വാത്സല്യമില്ലാത്തവരുമായിരിക്കുമെന്ന്. അതെ, ഇതാണ് ആ കാലം. എന്നെ ശ്രവിക്കുന്ന മകനെ, മകളെ, അപ്പനോടും അമ്മയോടും സംസാരിക്കാതെ ഉള്ളിൽ വെറുപ്പോടെ ഇരിക്കുന്നുവെങ്കിൽ ഇന്ന് ഇപ്പോൾ തന്നെ എണീക്കുക, ഉണരുക. ധൂർത്തപുത്രനെ പോലെ അപ്പനോടും അമ്മയോടും മാപ്പ് ചോദിക്കുക. നിന്റെ അമ്മയെയും അപ്പനെയും വൃദ്ധമന്ദിരത്തിൽ കൊണ്ടുപോയി കളഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ തിരികെ കൊണ്ടുവരിക. നിന്റെ വീട്ടിൽ അവരെ ശുശ്രൂഷിക്കുക. വാർദ്ധക്യത്തിലായ അവരെ ഈ സമയത്താണ് നിന്റെ സ്നേഹം കൊടുത്ത് ആശ്വസിപ്പിക്കേണ്ടത്. അവർക്ക് കൊടുക്കുന്ന മരുന്നിനും ആഹാരത്തിനും പാലിനും നീ കണക്ക് പറയരുത്. സ്വത്തുക്കൾ വാങ്ങി എടുത്തിട്ട് തള്ളിക്കളയുകയും അരുത്. നിന്റെ ഭവനത്തിൽ നിങ്ങളെ തകർക്കുന്ന ഈ ദുഷ്ടശക്തി മാറി കരുതുന്നതും സ്നേഹിക്കുന്നതുമായ ദൈവിക ശക്തി കടന്നു വരുവാൻ ഹൃദയം തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. സ്നേഹം കൊണ്ട് നിറയുമ്പോൾ നമ്മൾ സന്തോഷം അനുഭവിക്കുന്നത്. മറ്റുള്ളവരാൽ സ്നേഹിക്കപ്പെടുമ്പോഴാണ് ജീവിക്കണമെന്ന ആഗ്രഹം നമുക്കുണ്ടാകുന്നത്. നമ്മെ സ്നേഹം കൊണ്ട് നിറയ്ക്കുവാനും യഥാർത്ഥ സന്തോഷം നമുക്ക് തരുവാനും കർത്താവ് യേശുവിന് മാത്രമേ സാധിക്കൂ. ഈ ചിന്തകളാൽ നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന് അരുളി ചെയ്ത കർത്താവേ, എന്നെ സ്നേഹിക്കുന്ന എന്റെ പിതാവായ ദൈവമേ, അങ്ങയുടെ പൊന്നുമകനും മകളുമായി എന്നെ അങ്ങയുടെ പരിശുദ്ധ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. അങ്ങയുടെ സ്നേഹത്താൽ നിറഞ്ഞ് എന്റെ മാതാപിതാക്കളെ സ്നേഹിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. കുടുംബമായി അങ്ങയെ സേവിക്കുവാൻ അങ്ങയോടൊത്ത് ഹാനോക്ക് നടന്നതുപോലെ എന്റെ കുടുംബമായി അങ്ങയോട് ചേർന്ന് നടക്കുവാൻ എന്നെ സഹായിക്കണമേ. ആമേൻ. കൂരിൽ പാതയതോ ക്രൂരമാം ശോധനയോ കൂടിടും നേരമതിൽ ക്രൂശിൻ നിഴൽ നിനക്കായി. കൂരിൽ പാതയതോ ക്രൂരമാം ശോധനയോ കൂടിടും നേരമതിൽ ക്രൂശിൻ നിഴൽ നിനക്കായി. നിൻ മനമിളകാതെ നിൻ മനം പകരാതെ നിന്നോട് കൂടെയെന്നും ഞാനുണ്ട് അന്ത്യം വരെ. നിൻ മനമിളകാതെ നിൻ മനം പകരാതെ നിന്നോട് കൂടെയെന്നും
അന്ത്യം വരെ. ക്രൂശിലെ 6-ാമത്തെ മൊഴി. എനിക്ക് ദാഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 28-ാം വാക്യം. ക്രിസ്തു പുളിച്ച വീഞ്ഞ് രുചിച്ചു നോക്കിയത് ഒരു നിവൃത്തിയായിരുന്നു. സങ്കീർത്തനം 69:21. എന്റെ ദാഹത്തിന് അവർ എനിക്ക് ചൊറുക്ക കുടിപ്പാൻ തന്നു. സങ്കീർത്തനം 42-1-2 വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു: മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ, എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. എന്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാൻ ഇടയാകും? ശാരീരിക ജീവിതത്തിന് വെള്ളം അത്യാവശ്യമായിരിക്കുന്നത് പോലെ ജീവിതത്തിന്റെ സംതൃപ്തിക്കും സമ്പൂർണതയ്ക്കും ദൈവവും ദൈവത്തിന്റെ സാന്നിധ്യവും അത്യന്താപേക്ഷിതമാണ്. വിശ്വാസികൾ ദൈവത്തിനായും ദൈവത്തിന്റെ കൃപയ്ക്കായും അനുഗ്രഹത്തിനായും സ്വന്തം ജീവിതത്തിൽ പ്രകൃത്യാതീത ഇടപെടലിനായും വിശക്കുകയും ദാഹിക്കുകയും ചെയ്യും. ആമോസിന്റെ പുസ്തകം 8-ാം അധ്യായം 11-ാം വാക്യത്തിൽ ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു: അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹവുമല്ല, യഹോവയുടെ വചനങ്ങളെ കേൾക്കേണ്ടതിനുള്ള വിശപ്പ് തന്നെ. ഞാൻ ദേശത്തേക്ക് അയക്കുന്ന നാളുകൾ വരുന്നു എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ദൈവത്തിനായി ദാഹിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ആത്മീയമായി മരിക്കുക എന്നാണ് അർത്ഥം. ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള നമ്മുടെ തീക്ഷ്ണമായ ആഗ്രഹത്തെ തടയുന്ന യാതൊന്നിനെയും ജീവിതത്തിൽ നാം അനുവദിക്കരുത്. കർത്താവിന്റെ ദാഹം ആത്മാക്കൾക്ക് വേണ്ടിയുള്ളതാണ്. ആ ദാഹം എന്റേതും നിന്റേതുമാണ്. ദൈവത്തിനായുള്ള ദാഹത്തെയും വിശപ്പിനെയും പ്രാർത്ഥനയിൽ ദൈവമുഖം അന്വേഷിക്കുവാനുള്ള ആഗ്രഹത്തെയും ഞെരുക്കിക്കളയുന്ന ഈ ലോകത്തിലെ ചിന്താകുലങ്ങളെയും ഭൗമിക കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ആകാംക്ഷയും സൂക്ഷിക്കുക. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 19-ാം വാക്യം. ദൈവത്തിന്റെ സാന്നിധ്യത്തിനായുള്ള നമ്മുടെ ആഗ്രഹം ശക്തമാക്കുവാനും പരിശുദ്ധാത്മാവിന്റെ സമ്പൂർണ്ണ വെളിപ്പാടിനോടുള്ള നമ്മുടെ സ്നേഹം വലുതായിരിക്കുവാനും നാം പ്രാർത്ഥിക്കേണ്ടതാണ്. ക്രിസ്തുവിന്റെ രാജ്യത്തിനും നീതിക്കും വേണ്ടിയുള്ള നമ്മുടെ ആഗ്രഹം ആഴമേറിയതായിരിക്കട്ടെ. രാത്രിയും പകലും കർത്താവിനോട് ദാഹമുള്ളവരായിരിക്കാൻ നമുക്കിടയാകട്ടെ. ഈ ചിന്തകളാൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, അവിടുത്തെ സത്യവചനത്തിനായുള്ള ദാഹം എനിക്ക് നൽകണമേ. ആത്മാക്കളെ നേടുവാൻ, ദൈവരാജ്യത്തിനു വേണ്ടി ജീവിക്കുവാനും എന്നെ സഹായിക്കണമേ. ആമേൻ. ക്രൂശിൻ നിഴലിൽ നീറും മുറിവിൽ മനം പാടി നിൻ സ്തോത്രം. വീഴും വഴിയിൽ താഴും ചൊഴിയിൽ മിഴി തേടി നിൻ രൂപം. ഇടം ബലവും ഇരുൾ പെരുകി ഇല്ലവേ ഇല്ല വേറൊരാളെന്നെ ഒന്നു താങ്ങുവാൻ നാഥ. ക്രൂശിൻ നിഴലിൽ നീറും മുറിവിൽ മനം
പാടി നിൻ സ്തോത്രം. ക്രൂശിലെ 7-ാമത്തെ മൊഴി. സകലവും നിവൃത്തിയായി. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 30-ാം വാക്യം. ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 4-ാം വാക്യം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 34-ാം വാക്യം. എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എന്റെ ആഹാരം. എങ്കിലും ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നുവെന്നും പിതാവ് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്യുന്നു എന്നും ലോകമറിയട്ടെ. യോഹന്നാൻ 14:31. വീണുപോയ മനുഷ്യവർഗത്തിന് വീണ്ടെടുപ്പ് ഒരുക്കുന്നതിനായുള്ള യേശുവിന്റെ കഷ്ടാനുഭവവും വ്യഥയും അവസാനിച്ചു. അവന്റെ വീണ്ടെടുപ്പിൻ വേല പൂർത്തിയായി. നമ്മുടെ പാപത്തിന്റെ ശിക്ഷ അവൻ വഹിച്ചു. സകല മനുഷ്യർക്കുമുള്ള രക്ഷയുടെ വഴി അവൻ തുറന്നു. ഈ ചിന്തയാൽ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അങ്ങയുടെ പുത്രനായ യേശുവിനെ എന്റെ രക്ഷകനും നാഥനുമായി ഞാൻ സ്വീകരിക്കുന്നു. അങ്ങയുടെ ദാനം വാഗ്ദാനവുമായ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളും ദാനങ്ങളും വരങ്ങളും കൊണ്ട് നിറഞ്ഞ് യേശുവിന്റെ സാക്ഷിയായി ജീവിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. ആമേൻ. നീതി ലഭിക്കും വേദിയില്ലാത വിധിയേറ്റുവാങ്ങി ഞാൻ പിഴ നിരത്തി തോളിൽ ചുമത്താൻ പ്രിയ സ്നേഹിതരും ചേർന്നു എന്നെ കുരുക്കാൻ തീർത്ത കെണികൾ പ്രിയനേശു ഭേദിച്ചു. ക്രൂശിൻ നിഴലിൽ നീറും മുറിവിൽ മനം പാടി നിൻ സ്തോത്രം. വീഴും വഴിയിൽ താഴും ചുഴിയിൽ മിഴി തേടി നിൻ രൂപം. ഇടം ബലവും ഇരുൾ പെരുകി ഇല്ല വേറൊരാളെന്നെ ഒന്നു താങ്ങുവാൻ നാഥ. ഇല്ല വേറൊരാളെന്നെ ഒന്നു താങ്ങുവാൻ നാഥ. ക്രൂശിൻ നിഴലിൽ നീറും മുറിവിൽ മനം പാടി നിൻ സ്തോത്രം.